വിദ്യാർത്ഥികളിലെ പഠന വൈഭവം പ്രോത്സാഹിപ്പിക്കാൻ കർമ്മ പദ്ധതിയൊരുക്കി അങ്കമാലി ജീവധാര ഫൗണ്ടേഷൻ. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അവാർഡ് നൽകി അനുമോദിച്ചു. രോഗബാധിതർക്ക് ചികിത്സാ സഹായം എത്തിച്ചും ഇതര സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിയും മാതൃകാ പ്രവർത്തനം നടത്തിവരുന്ന പ്രസ്ഥാനമാണ് ജീവധാര ഫൗണ്ടേഷൻ. അന്തസ്സും അഭിമാനവുമുള്ള പുതുതലമുറയെ വാർത്തെടുക്കുന്നതിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം കണക്കിലെടുത്താണ് പഠനത്തിൽ മികവ് പുലർത്തുന്ന കുട്ടികളെ ആദരിക്കാൻ ജീവധാര ഫൗണ്ടേഷൻ പദ്ധതിയൊരുക്കിയത്. അങ്കമാലി പീച്ചാനിക്കാട് ജീവധാര മിനി ഹാളിലായിരുന്നു അനുമോദന ചടങ്ങ്. കാലടി സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ MC ദിലീപ് കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സാദിഖ് പറഞ്ഞതുപോലെ ഞാനൊക്കെ പരീക്ഷ എഴുതുന്ന കാലത്ത് 186 പേര് SSLCക്ക് എഴുതി 28 പേരാണ് അന്ന് ജയിച്ചത്. ഒരു ബസ് ക്ലാസ് എനിക്കല്ല, ഒരു ഭദ്രൻ എന്ന് പറഞ്ഞ കുട്ടിക്ക് അന്ന് ബസ് ക്ലാസ് കിട്ടിയ ഭദ്രനെ പൊക്കിയെടുത്തുകൊണ്ട് നാട്ടുകാർ പറഞ്ഞു അവര് ബസ് ക്ലാസ് ഉണ്ട് കേട്ടോ എന്നൊരു മാറ്റം കാലം ഒരുപാട് മാറ്റം വരുത്തി എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഞാൻ പറയുന്നത് ഇന്ന് പാരൽ കോളേജുകൾ ഇഷ്ടം പോലെ തോറ്റ കുട്ടികളെ തേടി പാരൽ കോളേജിലെ അധ്യാപകർ കാത്തിരിക്കുകയാണ് അവരെ പഠിപ്പിച്ച് ജയിപ്പിക്കാൻ. അങ്ങനെ ഒരു പാരൽ കോളേജിന്റെ ഒരു ബിസിനസ്സും ഒക്കെയുള്ള കാലഘട്ടത്തിലൂടെ കണ്ടാണ് ഞങ്ങൾക്ക് വളർന്നു വന്നത്. അതുകൊണ്ട് ഇന്ന് എന്റെ കുട്ടികളെ കാണുന്ന എനിക്ക് അഭിമാനമുണ്ട്. കാരണം പാരൽ കോളേജുകൾ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം തന്നെ കേരളത്തിലില്ലാതെ, കാരണം അതിന്റെ ആവശ്യമില്ല. സ്വയം പഠിക്കാനും പഠിക്കാനുള്ള സന്ദർഭങ്ങളും സ്കൂളിൽ അതിനുള്ള സൗകര്യങ്ങളും രക്ഷിതാക്കൾക്ക് കുട്ടികളെ ശ്രദ്ധിക്കാനുള്ള അവസരവും ഒക്കെ ഒന്നു ചേർന്നു നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒന്നായിട്ട് തന്നെ. ജീവധാര ഫൗണ്ടേഷൻ ചെയർമാൻ സാജു ചാക്കോ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ ഏലിയാസ് മോറത്തനാസിയോസ് മെത്രാപ്പോലീത്ത അവാർഡ് വിതരണം നടത്തി. ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ച കുട്ടികളെ ആദരിക്കുന്ന ഈ സമ്മേളനം ഇത് നാടിന്റെ മുഖമാണ്. നിങ്ങൾ അങ്ങനെ ഒരു അവസരം കണ്ടെത്തിയ ജീവധാര ഫൗണ്ടേഷന്റെ ചെയർമാനായിരിക്കുന്ന ഡോക്ടർ സാജു ചാക്കോനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഒരു കാര്യം കൂടിയുണ്ട്, അദ്ദേഹം സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ വളരെയേറെ സംഭാവനകൾ നൽകുന്നതിന്റെ ഒരു ഭാഗമാണ് നിങ്ങളെ വിളിച്ച് നിങ്ങൾ മിടുക്കന്മാരും മിടുക്കികളുമാണ് എന്ന് നിങ്ങളെ ഒരു സമൂഹം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സമ്മേളനമാണ്. അപ്പോൾ ഈ സമ്മേളനത്തിൽ കൂടി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മുന്നോട്ട് ഇനി കൂടുതൽ പഠിക്കാനുള്ളതായ ഒരു പ്രോത്സാഹനമാണ് ഇവിടെ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നത്. സാവച്ചാക്കിനെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ടവരെയും പ്രയാസം അനുഭവിക്കുന്നവരെയും ഒക്കെ സഹായിക്കാനുള്ളതായ ഒരു നല്ല മനസ്സ് അദ്ദേഹത്തിനുണ്ട്. ജീവധാര ഭാരവാഹികളായ ജോസ് പോൾ, KV മുരളി തുടങ്ങിയവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കുമായി വിവിധ വിഷയങ്ങളിൽ വിപിൻ വിൻസെന്റ്, ജോസ് പോൾ, ജാക്സൺ, ജോഷി തരിയൻ എന്നിവർ ക്ലാസുകളെടുത്തു. 30ഓളം വിദ്യാലയങ്ങളിൽ നിന്നായി ഉന്നത വിജയം നേടിയ 142 വിദ്യാർത്ഥികൾക്കാണ് അവാർഡ് നൽകിയത്.